ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു കല്യാണ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഉള്ള പരിപാടിയില്ല. അതൊക്കെ പോട്ടെ, എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട്, അടിപൊളിയല്ലേ. ഇത് മൈ ഡെസിഗ്നേഷന് മേടിച്ച് എല്ലാ വക സംഭവങ്ങളുണ്ട്. കിളിയുണ്ട്, പാമ്പുണ്ട്, എല്ലാം സംഭവം എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ ഇന്ന് കല്യാണത്തിന് വിലസണം. നാട്ടുകാർ ചോദിക്കും ഇതെന്താ പരിപാടി, ആരും ഇങ്ങനെ കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകാറില്ല. അപ്പോൾ നമുക്ക് കല്യാണ കാഴ്ച എടുക്കണം. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടെ രാവിലെ കല്യാണം വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ കാറൊക്കെ പൂവൊക്കെ വെച്ച് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. അകത്തെല്ലാവരും ഒരുക്കങ്ങളിലാണ്. അപ്പോൾ കല്യാണത്തിന് ഒരുക്കമല്ല, ഇപ്പോൾ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എത്ര വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനിയനായതുകൊണ്ട് തന്നെ കല്യാണ ചെറുക്കനെ സ്വീകരിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ ഞാൻ പറ്റുന്നത്ര മാക്സിമം ക്ലിപ്സ് എടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് സോങ് ഒക്കെ ഇട്ട് എല്ലാവരും എന്താ കല്യാണ കാഴ്ചയൊക്കെ കാണിച്ചു തരാം. ദീപം ജ്വലിക്ക കോലം എഴുതി മംഗളവാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலியில் கண்ணுக்கு நிறைஞ்ச கல்யாணம் செல்ல கிளி தானும் மெல்ல நாணம் கொண்டாளே முல்லை கமழ்வது போலே தெய்வீக பந்தம் காணும் தீபம் ஜ்வலிக்க கோலம் எழுதி மங்கள வாழ்த்து சேர்ந்து வர. അപ്പോൾ ഞാൻ ഇന്ന് എല്ലാവരെയും കൊണ്ടുവിട്ട് അടുത്ത ട്രിപ്പ് തണ്ടി ഇവന്മാരെ വിളിക്കാൻ വന്നതാണ്. ഇവർ രണ്ടും ഉണ്ട് നമ്മളോട് ഇന്ന് കല്യാണത്തിന്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കല്യാണം ഒന്ന് കൂടി എല്ലാം സദ്യ കൊണ്ടുണ്ടേ, അതല്ലേ മെയിൻ പരിപാടി. അതെ അതെ, സദ്യ രാഹുലിനാണ് സദ്യ ഏറ്റവും ഇഷ്ടം. കറക്റ്റ് പ്രോപ്പർ രീതിയിൽ കഴിക്കുന്നത് രാവിലെ പറ്റും. അതെ അതെ, ഫുൾ സെറ്റാണ്. ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദമോടെ പൂജ ചെയ്തു എല്ലാവരും കഴിച്ച് ചെയ്യുന്ന സമയം കൊണ്ട് ഇതിനെ കൊണ്ട് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് പിന്നെ ഞങ്ങളെല്ലാം കൂടെ കഴിക്കാൻ പോയി. അതെ, അപ്പോൾ കല്യാണം എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുക. അതെ, ലാസ്റ്റ് വന്ന് ഇവന്മാരെല്ലാം നേരത്തെ അടിച്ചു കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ എന്നെ ചതിച്ചു. അപ്പോൾ ഞാൻ ഇനി ഒറ്റയ്ക്ക് ഇരിക്കാതെ കൂടി ഇപ്പുറത്തിരിപ്പില്ലേടാ. അതെ അതെ, ചെറുക്കനും പെണ്ണും വരുന്നുണ്ട്.
നമ്മുടെ ഇന്നത്തെ സദ്യ മൊത്തം കോൺട്രാക്ട് നമ്മുടെ ലാംഗ്വേജാണ് SR Catering. SR Catering. എന്തൊരു സദ്യ പോലെ ഉണ്ടെങ്കിൽ കൊച്ചാളോട് പറഞ്ഞാൽ മതി പോസ് ചെയ്ത് നിൽക്കാമോ? ഇന്നത്തെ ഈ കല്യാണത്തിൻ്റെ സദ്യ പരിപാടി ഞാനായിരുന്നു. ഞാൻ ഒരു പഴയ കാറ്ററിംഗ് തന്നെയാണ്. 33 വർഷമായിട്ട് ഞാൻ കാറ്ററിംഗിൻ്റെ പരിപാടി ചെയ്യുന്നു. ഇതുവരെ മോശമൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇന്നും അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു. മുന്നോട്ട് ഇതുപോലെ നടക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങളൊക്കെ കഴിച്ചു. ഇവരിപ്പോൾ കഴിക്കുന്നേ ഉള്ളൂ. ഞങ്ങളൊക്കെ കഴിച്ച് സെറ്റ് ആയിരിക്കുകയാണ്. പുള്ളിങ് കഴിഞ്ഞോടാ? കൂളിംഗ് അല്ലടാ, കൂളിംഗ്. അല്ല ഏത് വീഡിയോ ഉണ്ടാവില്ല. അതെ അതെ മറ്റേ ബിന്ദു പണിക്ക് മോന്തൊന്ന് കാണിച്ചേ, തിരുമോന്തൊന്ന് കാണിച്ചേ. എന്തോരം ആളുണ്ടായിരുന്ന കല്യാണം. ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് മാത്രം അടുത്ത് സാരിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സദ്യയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇപ്പം ആൾക്കാരില്ല, ഒന്നുമില്ല. പുറകെ കണ്ടോ, പുറകിൽ ഇവിടെ ഇരുന്നല്ല നമ്മൾ കഴിച്ചോണ്ടിരുന്നത്. ഇപ്പം അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സീറ്റ് ഉൾപ്പെടെ മൊത്തം കളഞ്ഞു. രാവിലെ ഇതേ സദ്യ കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിരിക്കും. എങ്ങനെയാണ് സദ്യ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സദ്യ, സൂപ്പർ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ സദ്യ, അടിപൊളിയല്ലേ? അടിപൊളിയായിരുന്നു. പായസമൊക്കെ 2-3 മട്ടമായിരുന്നു. സാമ്പാർ ഓക്കെ ബൈ ഗായ്സ്. നമുക്കിനി അവന് വയ്യ, അവന് പോളിങ്ങിന്റെ ക്ഷീണമാ. വയറുറങ്ങുമെന്നോ തുടങ്ങി. അപ്പൊ ശരി, ബൈ. അപ്പുറം വാക്കല. ജ്യോതി വിഷമാവോ? കരയോ? എല്ലാരും ഇമോഷണൽ. എന്തിനാ കരയില്ലേ? എങ്ങും പോകുന്നില്ലല്ലോ. എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ കണ്ടായിരുന്നു. അന്ന് ഞാൻ കുഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ. കല്യാണം എല്ലാം കഴിഞ്ഞവരിനെയും ഇറങ്ങാൻ പോവാ ചെറുക്കൻ്റെ വീട്ടിലോട്ട്. എനിക്ക് ഫോട്ടോഷൂട്ട്. ഒന്ന് സൈഡാവും. Bye bye.